മുസ്ലിം ലീഗിന്റെ പ്രതിനിധി CK ഷാക്കിറിലേക്കാണ് പോകുന്നത്. ഷാക്കിർ, ഇന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്, എങ്ങനെയും അധികാരം പിടിക്കണം, ഇനി അധികാരമില്ലാതെ ഇങ്ങനെ പുറത്തു നിൽക്കാൻ സാധിക്കില്ല. ഈ അധികാരം പിടിക്കാൻ PV അൻവറിനെ കൂട്ടുപിടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണമുണ്ടാകാൻ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം PV അൻവറിനെ കൂടെ കൂട്ടുന്നതിലൂടെ? PV അൻവറിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻ അല്ല യഥാർത്ഥത്തിൽ അതിന് ചേരുന്നത്. അത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും PV അൻവർ MLA-യും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇന്ന് നിങ്ങളോട് മാധ്യമപ്രവർത്തകരോട് അവിടെ നിന്ന് വെച്ച് പറഞ്ഞല്ലോ. അത് എല്ലാ ആളുകളും വന്നു ചേരുന്ന പ്രതിസന്ധിയോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ പരിഭവങ്ങളോ സന്തോഷങ്ങളോ ഉണ്ടാകുമ്പോൾ ജാതി മതഭേദമന്യേ ആളുകളൊക്കെ വന്ന് അത്താണിയായി സമീപിക്കുന്ന ഒരു സ്ഥലമാണ് പാണക്കാട് തറവാട്. അങ്ങനെ പാണക്കാട് തങ്ങളെ ഞാൻ രാഷ്ട്രീയപരമായി കാണാൻ വന്നതല്ല എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വൈകുന്നേരം VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയും ആളുകൾ കൃത്യമായി പറഞ്ഞു, ഓരോ ദിവസവും ഓരോ ചാനലിൽ ഓരോ ആളുകളെയും സംഘടനയും UDF-ൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് UDF-ന്റെ നേതാക്കന്മാർ എന്നുള്ള നിലക്ക് ഞങ്ങളോടെങ്കിലും ഒന്ന് ചോദിക്കണം എന്ന് അദ്ദേഹം പരിഹാസ്യ രൂപേണ പറയുകയുണ്ടായി. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. UDF-ലേക്ക് ആളെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച ആയിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു ആൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ സമരത്തെ പിണറായി വിജയൻ്റെ സർക്കാർ നേരിട്ട് നമുക്കറിയാം. ഇപ്പോൾ നേരത്തെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, നിയമസഭ തല്ലിപ്പൊളിച്ചയിലെ പ്രതിയായിട്ടുള്ള ആൾ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിയായിരിക്കുകയാണ്, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ. അവർക്കെതിരെ അറസ്റ്റില്ല, ജയിലില്ല, ഒന്നുമില്ല. എന്നാൽ ഇപ്പുറത്ത് 35,000 രൂപയുടെ നഷ്ടം വരുത്തി ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു MLA-യെ ഇപ്പോൾ രാത്രി വീട് വളഞ്ഞ് 120ഓളം പോലീസുകാർ വന്ന് പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടിട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയപരമായ ഒരു വിഷയം അല്ല, അല്ലെങ്കിൽ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പരസ്യമായി പറയുന്നതിനൊരു മടിയില്ലല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, PV അൻവർ കോൺഗ്രസിൻ്റെ പഴയ നേതാവായിരുന്നു. അദ്ദേഹം ഏറനാട് നിയോജക മണ്ഡലത്തിൽ 2011-ൽ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ CPM-കാർ LDF-ന്റെ സ്ഥാനാർത്ഥിയിരിക്കെ അൻവറിന് വോട്ട് ചെയ്തവരാണ്. 2016-ൽ അൻവറിനെ അവിടെ നിലമ്പൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു വിജയിപ്പിച്ചവരാണ്. 2021-ലും അതെ. അതിനിടയ്ക്ക് പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനും VD സതീശനെ പോലും. ഇപ്പോൾ നമ്മൾ നൽകുന്ന ദൃശ്യങ്ങൾ നോക്കൂ. PV അൻവർ പാണക്കാട്ട് എത്തിയപ്പോൾ നൽകിയ ഉജ്ജ്വല സ്വീകരണമാണ്. ഒരു വിസിറ്റർ എന്ന നിലയിൽ പാണക്കാടേക്ക് എത്തിയ PV അൻവറിന് ഇത്രമേൽ വലിയ ഒരു ഊഷ്മള സ്വീകരണമൊക്കെ നൽകുക. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ ശ്രീ രമേശ് ചെന്നിത്തല അവിടെ എത്തിയത്. രമേശ് ചെന്നിത്തലയ്ക്കൊന്നും ഇത്ര വലിയ ഒരു ഊഷ്മളമായ സ്വീകരണം പാണക്കാട്ട് കിട്ടിയില്ല. ഇപ്പോൾ നോക്കൂ, മുന്നണി പ്രവേശനത്തിൻ്റെ ഭാഗമായല്ല PV അൻവർ അവിടെ എത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെയോ കൂടെ നിൽക്കുന്നവരുടെയോ ശരീരഭാഷയിൽ നിന്ന് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും ഷാക്കിർ? മാത്രവുമല്ല, സാദിഖ് അലി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തു, മുന്നണിയിൽ കൂടുതൽ ചർച്ച വേണം, മുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാട്ടാന പ്രശ്നം മാത്രം മുൻനിർത്തി PV അൻവർ പാണക്കാട്ടേക്ക് എത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ഷാക്കിർ? നിങ്ങൾ നീലിമ പാണക്കാട്ടെ ഒരു സിസ്റ്റം അറിയാത്തത് കൊണ്ടാണ്. അതായത് എല്ലാ ചൊവ്വാഴ്ചയും പാണക്കാട്ടെ എല്ലാ തങ്ങന്മാരും വീടുകളിൽ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത ദിവസമാണ്. അത് പൂക്കോയ തങ്ങളുടെ കാലം, ശിഹാബ് തങ്ങളുടെ കാലം മുതൽ അങ്ങനെ തന്നെയാണ്. സാദിഖ് അലി തങ്ങളുടെ വീടാണെങ്കിലും എല്ലാ വീട്ടിലും നിങ്ങൾ പോയാൽ അറിയാം, ചൊവ്വാഴ്ച സുബഹി മുതൽ, അല്ലാത്ത ദിവസം ഉണ്ടാവും, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവർ പുറത്തു പോകാറില്ല. ആളുകളുടെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ മുഴുവൻ, ഏത് മനുഷ്യരും ജാതി മതഭേദമന്യേ വരുന്ന ദിവസമാണ് ചൊവ്വാഴ്ച. ആ ദിവസമാണെന്ന് ചൊവ്വാഴ്ച ദിവസം അവിടെ ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് തങ്ങളെ കാണാനും പലതരത്തിലുള്ള. മുസ്ലിം ലീഗിന്റെ വാദം എന്ന് പറയുന്നത് അവിടെ ഒരു രാഷ്ട്രീയ ചർച്ചയല്ല നടന്നത്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ജയിൽ മോചിതനായ PV അൻവർ എത്തുന്നു. വളരെ നിഷ്കളങ്കമായ മറുപടി. ഞാൻ അങ്ങയിലേക്ക് എത്താം.